പൊതുവെ നമ്മുടെ ഇവിടുത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ഒരു സിനിമ വരും. അത് കൊമേഴ്ഷ്യൽ എലമെന്റ്സിനെ ആ ഇൻഡസ്ട്രിയിലെ തന്നെ അല്ല, ചിലപ്പോൾ ആ ഒരു ജോണറിനെ തന്നെ റീഡിഫൈൻ ചെയ്യും. പിന്നെ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ ആ ഒരു ജോണറിലുള്ള പടങ്ങൾ പോലും വർക്ക് ആവാതെ ആവും. കാരണം ആ പടം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്രയും കൂടുതലായിരിക്കും. ഞാൻ ദുരന്തർ ഇറങ്ങിയ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു, ഇനി യശ്രാജ് ഫിലിംസ് പഴയ പോലെ അവരുടെ ആ ഒരു സ്ഥിരം ടിപ്പിക്കൽ പരിപാടി വെച്ചിട്ട് പടം പിടിച്ചാൽ ഇനി വർക്കൗട്ട് ആവില്ല എന്ന്. വെറുതെ 10-15 കൊല്ലം വെറുതെ പടങ്ങൾ മാത്രം കണ്ടാൽ നമുക്കിത് മനസ്സിലാവും. എന്നിട്ടും 10-25 കൊല്ലമായിട്ട് സിനിമയിലുള്ള യശ്രാജ് ഫിലിംസിന്, സ്പൈ യൂണിവേഴ്സിന് ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ സെയിം പരിപാടി തന്നെയാണ് തൊലിച്ചു വെച്ചിരിക്കുന്നത്. ആൽഫ ട്രെയിലർ കണ്ട് നമ്മൾ ശരിക്കും ഒരു പടത്തിനെ ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ ട്രെയിലർ അതേപടി ഏതാണോ എങ്ങനെയാണോ നമ്മുടെ അതിന് മുമ്പത്തെ സ്പൈ യൂണിവേഴ്സ് അതുപോലെ തന്നെ ഏകദേശം തൊലിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്, ഇമ്പ്രൂവ്മെന്റ്സ് ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് നമുക്ക് അവസാനത്തേക്ക് വെക്കാം. സിനിമയിൽ ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങനെ ലോജിക് നോക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ലോജിക് പരിപാടികളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ കാണാൻ നല്ല രസമായിരിക്കും. ദുരന്തറിൽ ഒരു സീക്രട്ട് മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു 1-2 പേർക്കോ മാത്രം അറിയാവുന്ന, ഈവൻ ആ മിഷൻ ചെയ്യുന്നവർക്ക് പോലും അത്ര വലിയ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവില്ല. ഈവൻ നമുക്ക് വരെ ദുരന്തർ എന്ന് പറയുന്ന മിഷൻ എന്താണെന്ന് ഏറ്റവും ലാസ്റ്റ് ദുരന്തർ ഫസ്റ്റ് പാർട്ടിന്റെ ഏറ്റവും ലാസ്റ്റ് മാധവൻ നമുക്ക് പറഞ്ഞു തരാണ്. അത്രയും നേരം അത് സസ്പെൻസ് പോലെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഈവൻ ദുരന്തർ സെക്കൻഡ് പാർട്ടിൽ പോലും ഇതേപോലത്തെ കുറെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സീക്രട്ട് മിഷൻ എന്ന് പറയുമ്പോൾ അത്രയും സീക്രസിയിലൂടെ ആയിരിക്കും പോകുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നവൻ വരെ ആരാ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ നമുക്കെതിരെ പണിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റണം ആ ഒരു സംഭവത്തിൽ നിന്ന്. പക്ഷെ ഇവിടെ ആലിയ ഭട്ടിന്റെ കയ്യിൽ ചെറുപ്പം തൊട്ടേ ഒരു ടാറ്റു കുത്തി കൊടുക്കുന്നുണ്ട്. ആൽഫ ബീറ്റ ഗാമ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചാണ് ആ ഒരു ആൽഫയുടെ സിമ്പിള് വെച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കും ഇതെന്താ സംഭവം? ഇത് ആൽഫ എന്ന് പറയുന്ന ഒരു സീക്രട്ട് മിഷനാണ്, വെറുതെ സീക്രട്ട് മിഷനാണ്. ദുരന്തർ സെക്കൻഡ് പാർട്ടിൽ ജമീൽ ജമാലി അവിടുത്തെ ഹാൻഡലർ ആണെന്ന് ഏറ്റവും അവസാനമാണ് നമുക്കും രൺവീർ സിംഗിനും വരെ ആ ഒരു മിഷൻ മുമ്പോട്ട് കൊണ്ടുപോയ മെയിൻ ആൾക്ക് വരെ മനസ്സിലാവുന്നത്. ഇവിടെ നേരെ ഇതെന്താ സംഭവം? ഇതൊരു സീക്രട്ട് മിഷനാണ്. കോമഡി ആയിട്ട് തോന്നി. ചുമ്മാ വഴിക്കൂടെ ആര് പോയാലും ഇതൊരു സീക്രട്ട് മിഷന്റെ ഭാഗമാണെന്ന് പറയുന്ന പോലെ പണ്ടാണ്. अल्फा मतलब सीक्रेट प्रोग्राम है. ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ട് പരിപാടിയാണ്, മിഷനാണ് ആൽഫ എന്ന് പറയുന്ന സംഭവം എന്നാണ് നമ്മുടെ ടീസറിൽ ആദ്യം പറയുന്നത്. ആദ്യം ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ പൊതുവേ യശ്രാജ് ഫിലിം സ്പൈ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ കളറ് വാരി പൊത്തും, ബ്രൈറ്റ്നസ് ഒക്കെ അങ്ങടറ്റായിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് ഗ്രിറ്റി ആയിട്ട് ദുരന്തറിൽ നിന്ന് കണ്ടുപിടിച്ചതാണെന്ന് തോന്നുന്നു ഈ സംഭവം. പക്ഷേ പിന്നെയാണ് എനിക്ക് ആ ഒരു മനസ്സിലായത്, ആ പോർഷൻ അതേപടി വേറെ ഏതോ ഒരു പടത്തിൽ നിന്ന് കോപ്പി അടിച്ചേക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഒരു കൊല്ലം മുമ്പാണ് ഇറങ്ങുന്നെങ്കിൽ പോലും ഇത് ജയിക്കാൻ വളരെ വളരെ സാധ്യത ഉണ്ടായേനെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചില പടങ്ങൾ വന്ന് ഒരു ബ്രേക്ക് കൊടുക്കുക, ഇൻഡസ്ട്രിക്കും ആ ഒരു ഓഡിയൻസിനെ തന്നെ ഒന്ന് മാറ്റും. അത് ദുരന്തറിന് ശേഷമാണ് നമുക്കിതൊക്കെ കോമളായിട്ട് തോന്നുന്നത്. പഠാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയിരുന്നുണ്ട്. ഞാൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് എന്ത് കോപ്പാണി കാണിച്ചു വെച്ചതെന്ന് തോന്നിപ്പോയി. കാരണം ആ ഒരു പടം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതാണ്. പിന്നെ അതിൻ്റെ ഒരു ട്രെയിലർ വന്നു കുറച്ച് നാൾ മുമ്പ്. അതിരുന്ന് കണ്ടപ്പോൾ മറ്റേ സ്ഥിരം ക്ലീശേ, രാവണൻ, സീത, മറ്റത് മറച്ചത്, ഇതെന്നെ പരിപാടി. ബോബി ഡിയോളാണ് ഇതിലത്തെ വില്ലൻ എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ. പക്ഷേ സ്റ്റിൽ എന്തായാലും നോക്കിക്കോ, ഇത് പുള്ളി എന്തെങ്കിലും ഇന്ത്യൻ ഓഫീസറോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കും പുള്ളി, അത് ഉറപ്പാണ്. കാരണം യശ്രാജ് ഫിലിംസ് ഉണ്ടാക്കുന്ന സ്പൈ യൂണിവേഴ്സിലെ വില്ലന്മാർ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. അത് ഇന്ത്യയിലത്തെ മെയിൻ ആർമി ഓഫീസേഴ്സും ഒക്കെ ആയിരിക്കും. ഈ ട്രെയിലറിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗ്രിറ്റി, അങ്ങനത്തെ ഒരു കളറൊക്കെ കുറച്ച്, ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച്, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ആഡ് പോലത്തെ ഒരു സാധനം വരുന്നു. ഇവരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിതുപോലെ സ്റ്റുഡിയോസിലും കാര്യത്തിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു റിയാലിറ്റി മിസ്സായി പോകും. എന്ന് വെച്ചാൽ ഭയങ്കര ഈവൻലി ലിറ്റായിരിക്കും, എല്ലാം ഭയങ്കര പക്ക ഒരു ആഡ് പോലെ ഉണ്ടാവും ഇവരുടെ പടങ്ങളൊക്കെ, പ്രത്യേകിച്ച് യശ്രാജ് ഫിലിം സ്പൈ യൂണിവേഴ്സിൻ്റെ. പിന്നെ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഇതൊക്കെ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ആഡാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം അതുപോലെയാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി പരിപാടികളൊക്കെ. കാരണം ഇതൊക്കെ മാക്സിമം ഒരു ഭയങ്കര ഈവൻലി ലിറ്റാക്കി സ്റ്റുഡിയോസിലൊക്കെ ചെയ്യുന്നതാണ്. VFX ആയിരിക്കും പാതി മുക്കാലും.
പിന്നെ ഇതിൻ്റെ ഡയലോഗ്സൊക്കെ ഒരുമാതിരി നമുക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടുള്ള ആരോ എഴുതി വെട്ട പോലെ തോന്നും നമുക്ക് അതുപോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ദുരന്തർ തന്നെയാണ് പ്രശ്നം. ദുരന്തർ അത്രയും കിടിലൻ പോയറ്റിക് ആയിട്ടുള്ള പല പല ഒരു ഡസൻ കണക്കിന് എണ്ണിയാൽ തരാത്ത അത്രയും കിടിലൻ ഡയലോഗ്സ് ഉണ്ട്. ഒരു ചെറിയ വരി പോലും നല്ല നല്ല ഡയലോഗ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് നാച്ചുറലി ഇതൊക്കെ ഈവൻ ദോ അത് വലിയ വിഷയമില്ലാത്ത ലൈൻസ് ആണെങ്കിൽ പോലും നമുക്കിത് വളരെ മോശമായിട്ട് തോന്നും. അതാണ് ക്വാളിറ്റി കണ്ടൻറ്റ് വന്നുള്ള പ്രശ്നം. അതായത് പിന്നെ അങ്ങോട്ട് നമ്മൾ ക്വാളിറ്റി കണ്ടൻറ്റ്സ് തന്നെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ജാദുവിൻ്റെ തൊപ്പിയും വെച്ചിട്ട് ആരും അറിയാതെ കുങ്ഫു പാണ്ടാൻ്റെ പോലെ ഇരിക്കുന്ന ഒരു പുള്ളിയുണ്ട്. അത് ആരാന്ന് എല്ലാവർക്കും മനസ്സിലാവുക. കണ്ണിൻ്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹൃത്തിക് റോഷൻ തന്നെയാണ്. ഹൃത്തിക് റോഷൻ്റെ കബീർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വാർ ഇറങ്ങിക്കഴിഞ്ഞ് കിഡിലിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പാർട്ട് 2 ഇറങ്ങി ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാതായി പോയി. പിന്നെ ഹൃത്തിക് റോഷൻ്റെ കണ്ണല്ല കാലല്ല എന്ത് കാണിച്ചാലും ആൾക്കാർക്ക് ഇനി വലിയ താല്പര്യമൊന്നും തോടാൻ പോകുന്നില്ല. കാരണം ആ ഒരു ക്യാരക്ടറിനെ അതുപോലെ കൊന്നു വെച്ചു. അന്നത്തെ ഒരു ഇമ്പാക്റ്റ് ഇന്നില്ല. ഒരു യൂണിവേഴ്സ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ക്യാരക്ടർ കൺസിസ്റ്റൻസി പോകാൻ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഒരു ക്യാരക്ടർ ഹീറോ ആയിരിക്കും, എന്നിട്ട് ആ ഒരു ക്യാരക്ടർ വേറെ ആൾ ഹീറോ ആയിട്ടുള്ളൊരു പടത്തിൽ ചെല്ലുമ്പോൾ അയാളെ മാക്സിമം അടിച്ച് താഴ്ത്തും മറ്റേ ആളെ പൊക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് തവണ നമ്മുടെ മാർവൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ യശ് രാജും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി യശ് രാജിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാക്സിമം ഈ ഗിമ്മിക്സ് പരിപാടികളൊക്കെ മാറ്റി നിർത്തി ആൾക്കാർക്ക് എന്താ വേണ്ടത്? ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് പ്യുവർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അല്ലാതെ വേറെ കുറേ ഭയങ്കര വലിയ ഹെലികോപ്റ്ററും മറ്റതും മറിച്ചും കാണിച്ചിട്ടൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ അതൊന്നും താല്പര്യമില്ല. സ്റ്റോറി ടെല്ലിംഗ് ആണ് അവർക്ക് കാണേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ലോഡ് ബോബി, ഹൗ ഡസ് ആൻ ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട്? ആലിയ